നമ്മളിന്നൊരു സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ അച്ഛമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് അച്ഛമ്മയാണ്. അച്ഛമ്മയ്ക്ക് ഇപ്പോൾ 81 വയസ്സായിട്ട്. അച്ഛമ്മേനെ ഞാൻ കാണിച്ചു തരാൻ പോയ അച്ഛമ്മ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അച്ഛമ്മ. അച്ഛമ്മടയിൽ അത്രയും വർഷം പഴക്കമുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ഇവിടെ തന്നെ അടുത്തുള്ള എല്ലാവർക്കും ഗൾഫിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഒരുപാട് മരുന്നുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ അച്ചാറുകളാണെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഇന്നെന്താ നമ്മുടെ സ്പെഷ്യല്? ഇന്ന് ബീഫ് അച്ചാർ. അതെ, അപ്പം നമുക്ക് ബീഫ് അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നേ? ആദ്യം നമ്മൾ കുക്കറിലേക്ക് ബീഫ് ഇടുക. ഇത്തിരി മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 കിലോ ബീഫാണ്, ഫ്രഷ് കല്ലുപ്പാണ്. അങ്ങനെ ഇത്തിരി കൂടി ഇടാം. അച്ചാറിനാവുമ്പോൾ ഇത്തിരി ഏറെ കയറി നിൽക്കണം ഉപ്പ്. എന്നിട്ട് നമ്മൾ മുളക് കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ച മുളക് പൊടിയാണ് ഒരു 4 സ്പൂൺ. അപ്പം നമ്മളിതാ ഇവിടെ കുക്കറിൽ ആവശ്യത്തിനുള്ള ബീഫിലേക്ക് നമ്മളിതാ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുക്കർ അടച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്കാം. അപ്പം നമ്മുടെ കുക്കർ ഇതാ സ്റ്റവിൽ റെഡി ആയിട്ടുണ്ട്. അച്ഛമ്മ ബാക്കിയുള്ള പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിയുന്നുണ്ട് കേട്ടോ അതിലേക്കുള്ളത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കുറേ ആയിട്ട് വിചാരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങണമെന്ന്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു എന്തപ്പോൾ തുടങ്ങാമെന്ന്. പിന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. പണ്ട് മുതലേ സ്കൂളിലേക്ക് അച്ചാർ കൊണ്ടുപോകുമ്പോഴും അതുപോലെ ഇപ്പോൾ ഓഫീസുകളിലൊക്കെ അച്ചാർ കൊണ്ടുപോകുമ്പോഴൊക്കെ എല്ലാവരും പറയാറുണ്ട് നമ്മളുടെ അച്ചാർ സൂപ്പറാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അത് തന്നെ നമുക്കൊരു ബിസിനസ് ആക്കിക്കൂടാന്ന്. അച്ഛമ്മയുടെയൊക്കെ സ്പെഷ്യൽ റെസിപ്പിയിൽ വരുന്ന അച്ചാറുകളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്, ഇവർക്കൊക്കെ കൊണ്ട് കൊടുക്കാറും. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി എത്തിക്കാമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംരംഭം കൂടി ആയിട്ടാണ് നമ്മളിന്ന് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ഈ അച്ചാർ വാങ്ങാനുള്ള ലിങ്ക് അതുപോലെ തന്നെ നമ്മുടെ നമ്പറൊക്കെ താഴെ കൊടുക്കുന്നതായിരിക്കും. അതിലേക്ക് പോയി കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. ഒറ്റ വിസിലേ വരാൻ പാടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇറച്ചി ഉടഞ്ഞു പോകും. ഒറ്റ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം വറക്കാനുള്ള ഉരുളി വെക്കുകയാണ്. അതന്നെ എല്ലാവരും എന്താ ഇവിടെ ഉണ്ടായി? സ്റ്റവ് ഫുള്ളല്ലേ? ഫുള്ള്. സംഭവം വറക്കുമ്പോൾ ഇനി വരുമല്ലോ. അപ്പോൾ നമ്മളേ സ്വർണ്ണം നല്ല എണ്ണയാണ് ഒഴിക്കുന്നത്. നല്ല എണ്ണയാണിത്, എള്ള ആട്ടിയ എണ്ണ. അപ്പോൾ ഉരുളി ഇതാ ചൂടായിട്ട് ബീഫ് ഇതാ റെഡിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണ ഒഴിക്കുകയാണ്. ഇത് വറുത്തെടുക്കാൻ. വറുത്തെടുക്കണം. നമുക്ക് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. 2 ട്രിപ്പായിട്ടാണ്. 3 കിലോ ആണ്. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഇടുക. പകുതി അങ്ങനെ കോരി വയ്ക്കുക. അങ്ങനെ കോരി വയ്ക്കുമ്പോൾ എണ്ണ മുഴുവൻ അവിടെ വലിഞ്ഞു പോകും. കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്? നല്ല ഗോൾഡൻ റെഡ് കളർ പോലെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഇതാ ബീഫൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണല്ലേ? അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ ഇട്ടു. അപ്പോൾ അതിൽ വറുത്തെടുത്ത എണ്ണയിൽ തന്നെയാണ് ഒഴിക്കുന്നത്. അതിൽ കുറച്ചും കൂടി എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു. ഇത് അടച്ചു വെച്ചു. ഇനി അതാണ്ട് മൂത്താൽ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഓക്കെ. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി കണ്ട അതിൻ്റെ ഇനിയാണ് ശരിക്കുള്ള മണം വരിക. നമ്മളെ നല്ലെണ്ണയും കടുകും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഒരു അടിപൊളി മണം. പകുതി മൂപ്പായി കണ്ട. അപ്പം ഇനി ഇഞ്ചി നല്ല ചെറിയ നാടൻ ഇഞ്ചിയാണിത്. കണ്ട, ഓരോന്നും അരിയുന്നതിനും ചതയ്ക്കുന്നതിനും ഒക്കെ ഓരോ രുചികളാണല്ലേ? ഒരുമിച്ചിടാൻ പാടില്ല. കണ്ട, കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇടാം. ഇപ്പോൾ കാന്താരി ഇല്ല, അതിൻ്റെ സീസൺ കഴിഞ്ഞു. അതാണ് എൻ്റെ പൊന്നെ. എല്ലാം കൂടിയുള്ള കളറ് കണ്ടില്ലേ? നമ്മളെ പറമ്പിൽ നിന്ന് പറിച്ച ഫ്രഷ് വേപ്പില ഇങ്ങനെ കണ്ട. ഇപ്പോൾ കളർഫുള്ളായി കണ്ട. ഇങ്ങനെ നല്ല വേപ്പിലയാണ്. ഇത് മരുന്നൊന്നും അടിച്ചതോ വരവോ ഒന്നുമല്ല, നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ച നല്ല വേപ്പില കണ്ട. അപ്പോൾ ഇനി കാശ്മീരി ചില്ലി ഫ്രഷ് പൊടിയാണ്. നമ്മൾ പൊടിച്ചത് പറയില്ല, ഇവിടെ ചേച്ചി പൊടിച്ചതാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്.
അതെ, കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള മുളക് പൊടിയാണ്. നമ്മളും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാം. ഇതും നമ്മൾ ഇപ്പോൾ ഇതാ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി കായപ്പൊടി, പെരുങ്കായ പൊടി പൗഡർ, നമ്മൾ കൊട്ടാൻ ബീഫ് ഇതിൽ കൊട്ടാൻ പോവാണ്. എല്ലാം കൂടി വറുത്ത് കോരിയ ബീഫ് കൊട്ടി നന്നായി അങ്ങടെ ഇളക്കുക. നമ്മൾ സുർക്ക ഒഴിക്കാൻ പോവാണ്. എന്താ എങ്ങനെയുണ്ട് കാണാതില്ല? ഇതാ അല്ല, എനിക്ക് തോന്നുന്നത് പിടിക്കുന്ന. അതെയോ? നല്ല എരി, നല്ല പുളി, നല്ല ഉപ്പ്, എന്താ പറയുക, എല്ലാം കൂടെ ചേർന്ന് അടിപൊളി ഒരു ബീഫ് അച്ചാറാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കൂടെ അറിയണമെന്നുണ്ടാവില്ലേ? അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ.